ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദര സഹോദരി, നിനക്ക് നല്ല ഒരു ദിവസം ഉണ്ടാകട്ടെ. ഈ ദിവസത്തിൽ നിന്റെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കർത്താവ് ഇടപെടട്ടെ. ക്രിസ്തുവിനോട് കൂടിയുള്ള ജീവിതം അവനിലുള്ള ആനന്ദത്തിൻ്റെ ഒരു ജീവിതമാണ്. ചുറ്റുപാടുകളൊക്കെ എതിരായി എന്ന് മാറാം. കാരണം നീ സ്വർഗത്തിൻ്റേതാകുമ്പോൾ ലോകം നിനക്കെതിരെ തിരിയും. ഈ ലോകത്തിലായിരിക്കുമ്പോൾ നിനക്കൊരൊറ്റ ദൗത്യമുള്ളൂ. സാധിക്കുന്ന രീതിയിലെല്ലാം നീ നിൻ്റെ ക്രിസ്തുവിനെ ഏറ്റുപറയുക. നീ നിൻ്റെ ദൈവത്തെ മഹത്വപ്പെടുത്തുക. നിൻ്റെ കുടുംബത്തിൽ, നിൻ്റെ സമൂഹത്തിൽ, നിൻ്റെ ചുറ്റുപാട്, ജോലി സ്ഥലത്ത്, എല്ലായിടത്തും എൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു കർത്താവുണ്ടെന്ന് ഏറ്റുപറയുവാൻ നിനക്ക് സാധിക്കണം. വചനം ഇങ്ങനെ പറയുന്നു. വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 10-ാം അധ്യായം 32-ാം തിരുവചനം. മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്നവനെ എൻ്റെ സ്വർഗസ്നായ പിതാവിന് മുമ്പിൽ ഞാനും ഏറ്റുപറയും. നീ മനുഷ്യരുടെ മുമ്പിൽ, നീ നിൻ്റെ ചുറ്റുപാടുകളിൽ നിൻ്റെ ദൈവത്തെ ഏറ്റുപറയുവാൻ, മഹത്വപ്പെടുത്തുവാൻ തയ്യാറായാൽ ഈശോ പറയുകയാണ്, നീ ഭാവിയിൽ സ്വർഗത്തിലെത്തുമ്പോൾ സ്വർഗീയ പിതാവിൻ്റെ മുമ്പിൽ ഈശോ നിന്നെ ഏറ്റുപറയുമെന്ന്. ഈശോ ചേർത്ത് പിടിക്കും എന്നുള്ളതാണ്. ആരൊക്കെ ഈശോയ്ക്ക് വേണ്ടി നിലകൊള്ളുന്നോ അവരൊക്കെ ചേർത്ത് പിടിക്കും എന്നുള്ളതാണ്. ജീവിതത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ നിനക്ക് സാധിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകൾ അടച്ചൊന്ന് കരങ്ങൾ ചേർത്ത് പിടിക്കാം. നല്ലവനായ കർത്താവേ, നിന്നെ അങ്ങ് സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. നിന്റെ നിറ സാന്നിധ്യത്തെ നന്ദിയോടുകൂടി ഓർക്കുകയാണ്. ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളും നിന്നെ ഏറ്റുപറയുവാനായിട്ട് ഈ വ്യക്തിയെ നീ അനുഗ്രഹിക്കണമേ. ഏറ്റുപറയുന്ന നിന്നോടൊപ്പം ജീവിതത്തിൻ്റെ അന്ത്യം വരെ ചെലവഴിക്കുവാനായിട്ട്, ഒട്ടിച്ചേർന്ന് മുന്നോട്ട് പോകാനായിട്ട് ഈ വ്യക്തിയെ സഹായിക്കണമേ. ഈ ദിവസത്തിന് വേണ്ട എല്ലാ കൃപകളും നന്മകളും നൽകണം, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. അങ്ങേപ്പോലൊരു ദൈവമില്ല, അത്ഭുതവാൻ അതിശയവാൻ നീ മാത്രമേ ദൈവമേ.